ഇൻഫെർട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു കപ്പിൾ ഒരു വർഷമായി ട്രൈ ചെയ്തിട്ടും അതായത് ഫ്രീക്വൻ്റ് ആയിട്ടുള്ള സെക്ഷൽ ഇൻ്റർകോഴ്സിന് ശേഷവും പ്രഗ്നൻ്റ് ആവാത്ത കണ്ടീഷനാണ്. 180 മില്യൺ കപ്പിൾസിനെയാണ് ലോകമൊട്ടാകെ ഇൻഫെർട്ടിലിറ്റി ബാധിക്കുന്നത്. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ പ്രസൂൺ. ഇന്നത്തെ വീഡിയോയിലെ വിഷയം മെയിൽ ഫെർട്ടിലിറ്റിയാണ്. പുരുഷന്മാർക്ക് മാത്രമുള്ള പ്രശ്നങ്ങൾ കാരണം ഇൻഫെർട്ടിലിറ്റി ഉണ്ടാവുന്നത് 20% വരെയാണ്. പക്ഷേ ടോട്ടൽ ഇൻഫെർട്ടിലിറ്റി കേസസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ പുരുഷന്മാരുടെ പ്രശ്നങ്ങൾ കൊണ്ട് വരുന്ന ഇൻഫെർട്ടിലിറ്റീൻ്റെ റിസ്ക് എന്ന് പറയുന്നത് 50% വരെ നിൽക്കുന്നുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ ഇൻഫെർട്ടിലിറ്റിക്ക് വേണ്ടി നിങ്ങൾക്ക് വീട്ടിൽ നിന്നൊക്കെ ചെയ്യാൻ സാധിക്കുന്നു. ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റിൽ അധികം ആൾക്കാർക്കും അറിയാത്ത ചില കാര്യങ്ങളെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. ഇതിൽ ചില വൈറ്റമിൻസും സപ്ലിമെൻസും ഉൾപ്പെടുന്നുണ്ട്. സോ വെൽക്കം ബാക്ക് ടു ഡോഗ് ഫുഡി. നമുക്ക് തുടങ്ങാം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇൻഫെർട്ടിലിറ്റി കാരണം പുരുഷന്മാർ മാത്രമായിരിക്കില്ല സ്ത്രീകൾക്കും പ്രശ്നങ്ങളുണ്ടാവാം. അതുകൊണ്ട് ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റിൽ പുരുഷന്മാരും സ്ത്രീകളും രണ്ടുപേരും ടെസ്റ്റുകൾ ചെയ്ത് നോക്കേണ്ടതാണ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഫോക്കസ് ചെയ്യുന്നത് മെയിൽ ഇൻഫെർട്ടിലിറ്റിനെ കുറിച്ച് മാത്രമായിരിക്കും. പക്ഷേ ചില ഫാക്ടേഴ്സ് കോമൺ ആയിട്ടുള്ളതാണ്. അത് ഏജ് ആണ്, ചില തരത്തിലുള്ള മെഡിസിൻസ് ആവാം, സർജറി ചെയ്തതിൻ്റെ ഹിസ്റ്ററി ആവാം, പലതരത്തിലുള്ള എക്സ്പോഷേഴ്സ് ആവാം, അത് ഇൻഫെക്ഷൻ ആവാം, എൻവയൺമെൻറ്റൽ പൊല്യൂഷൻസ് ആവാം, റേഡിയേഷൻ ആവാം. പുരുഷന്മാരുടെ ഇൻഫെർട്ടിലിറ്റിൻ്റെ കാരണങ്ങൾ കണ്ടുപിടിക്കാനും അതിൽ റിവേഴ്സിബിൾ ആയിട്ടുള്ള കാരണങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ ചികിത്സയ്ക്കും മറ്റു ചില കാരണങ്ങൾക്ക് അസിസ്റ്റീവ് റിപ്രൊഡക്റ്റീവ് ടെക്നിക്സ് ഉപയോഗിച്ചിട്ടും ഇൻഫെർട്ടിലിറ്റി നമുക്ക് ട്രീറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പുരുഷന്മാർക്ക് ബാധിക്കുന്ന ഇൻഫെർട്ടിലിറ്റി നമുക്ക് പല രീതിയിൽ തരംതിരിക്കാവുന്നതാണ്. അതിൽ ചിലത് യൂറോജെനിറ്റൽ കോസസ് ആണ്. യൂറോജെനിറ്റൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ മെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ ഭാഗമാണ്. അതിൽ ചിലത് എക്വയർഡ് ആയിരിക്കും, ഇവർക്ക് ജനിക്കുന്ന സമയത്ത് ഉണ്ടാവില്ല, പക്ഷേ വളർന്നു വരുന്ന സമയത്ത് ഉണ്ടാകുന്ന ഇഞ്ചുറീസ് കാരണമോ ഇവർ കഴിച്ച മരുന്നുകൾ കാരണമൊക്കെ ആവാം. മറ്റു ചിലത് കൺജനിറ്റൽ ആവാം, ജനിക്കുന്ന സമയത്ത് തന്നെ ടെസ്റ്റിസിലോ യൂറോജെനിറ്റൽ സിസ്റ്റത്തിലോ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതും ഇൻഫെർട്ടിലിറ്റിയുടെ കാരണമാവാം. ഹോർമോൺസിൻ്റെ ബാലൻസിൻ്റെ വ്യത്യാസത്തിനനുസരിച്ചിട്ടും പുരുഷന്മാർക്ക് ഇൻഫെർട്ടിലിറ്റി ഉണ്ടാവാം. എൻവയൺമെൻറ്റൽ ടോക്സിൻസ് കാരണം ഇൻഫെർട്ടിലിറ്റി ഉണ്ടാവാം. ചില കാരണങ്ങൾ ജനറ്റിക് ആണ്. ഇനി ഒരു കാരണങ്ങളും കണ്ടുപിടിക്കാതെയും ചില പുരുഷന്മാർക്ക് ഏകദേശം 10% ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ് ആവശ്യമുള്ള പുരുഷന്മാർക്ക് ഇൻഫെർട്ടിലിറ്റി പ്രശ്നങ്ങളുണ്ടാവാം. ചിലപ്പോൾ ഇമ്മ്യൂണോളജിക്കൽ കോസസ് ആവാം, ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ പ്രശ്നങ്ങളാവാം, ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് ആവാം, ചില തരത്തിലുള്ള ക്യാൻസേഴ്സിൻ്റെ ഭാഗമായിട്ട് ഇൻഫെർട്ടിലിറ്റി ഉണ്ടാവാം. പുരുഷന്മാരുടെ സെക്ഷൽ ഡിസ്ഫങ്ഷൻ കാരണം, ഉദാഹരണത്തിന് പ്രിമച്വർ ഇജാക്കുലേഷനും ഇറക്ഷൻ്റെ പ്രശ്നങ്ങൾ കാരണം പോലും ഇൻഫെർട്ടിലിറ്റി ഉണ്ടാവാം. ഇനി മറ്റു രീതിയിൽ ഇൻഫെർട്ടിലിറ്റീൻ്റെ കാരണങ്ങൾ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത് പ്രീ ടെസ്റ്റിക്കുലാർ, ടെസ്റ്റിക്കുലാർ, പോസ്റ്റ് ടെസ്റ്റിക്കുലാർ എന്നുള്ള രീതിയിലാണ്. പ്രീ ടെസ്റ്റിക്കുലാറിൽ പിറ്റ്യൂട്ടറി ഗ്ലാൻഡും ഹോർമോൺസിൻ്റെ പ്രശ്നങ്ങളും അത്തരത്തിലുള്ള കാരണങ്ങളൊക്കെ ആയിരിക്കും. ടെസ്റ്റിക്കുലാറിൽ വെരിക്കോസീൽ, ഹൈഡ്രോസീൽ, ടെസ്റ്റിസിനെ ബാധിക്കുന്ന കണ്ടീഷൻസ് ആവാം. പോസ്റ്റ് ടെസ്റ്റിക്കുലാർ എന്ന് പറഞ്ഞാൽ ടെസ്റ്റിസിൽ നിന്നും പുറത്തേക്ക് വരുന്ന വാസ് ഡിഫറൻസ്, പ്രോസ്റ്റേറ്റിൻ്റെ പ്രശ്നങ്ങൾ, ഇങ്ങനത്തെ കാരണങ്ങളൊക്കെ ആവാം. ഈ പറഞ്ഞ എല്ലാ കാരണങ്ങളും നോക്കുകയാണെങ്കിൽ 18% കാരണങ്ങളും ട്രീറ്റബിൾ ആണ്. ചിലപ്പോൾ അത് പ്രോസ്റ്റേറ്റിൻ്റെ ഒരു സിസ്റ്റ് ആവാം, ചിലപ്പോൾ അത് സെക്ഷൽ ഡിസ്ഫങ്ഷൻ ആവാം, അതായത് പ്രിമച്വർ ഇജാക്കുലേഷനോ ഇറക്ടൈൽ ഡിസ്ഫങ്ഷനോ ഒക്കെ ആണെങ്കിൽ ഇതിനെല്ലാം ട്രീറ്റ്മെൻറ്റ് അവൈലബിൾ ആണ്. പക്ഷേ ഇതിനേക്കാളൊക്കെ എത്രയോ കൂടുതലാണ് കറക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഇൻഫെർട്ടിലിറ്റിൻ്റെ കാരണങ്ങൾ എന്ന് പറയുന്നത്. ഇതിലധികം സ്പെർമിൻ്റെ ക്വാളിറ്റി, മോർഫോളജി, കൗണ്ടിൻ്റെ പ്രശ്നങ്ങൾ, ഹോർമോണൽ പ്രോബ്ലംസ് ഒക്കെയാണ്. നിങ്ങൾ ഒരു വർഷമായി പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്തിട്ടും കൺസീവ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കാണേണ്ടത് ഒരു ഇൻഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റിനെയാണ്. ഇൻഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റ് എന്ന് പറയുന്നത് ഗൈനക്കോളജിസ്റ്റ് ആയിരിക്കും. പക്ഷേ ഗൈനക്കോളജി ഡിഗ്രിക്ക് ശേഷം പലതരത്തിലുള്ള സൂപ്പർ സ്പെഷ്യാലിറ്റീസും ഇൻഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റ് പഠിച്ചിട്ടുണ്ടാകും. ഇതിൽ അസിസ്റ്റീവ് റിപ്രൊഡക്റ്റീവ് ടെക്നിക്സും റിപ്രൊഡക്റ്റീവ് മെഡിസിൻ എന്നൊക്കെ പറഞ്ഞ ഫെലോഷിപ്സും അത്തരത്തിലുള്ള കോഴ്സസൊക്കെ കഴിഞ്ഞിട്ടുള്ള ഇൻഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റിനെയാണ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്. ഇൻഫെർട്ടിലിറ്റിൻ്റെ കാരണങ്ങൾ കണ്ടുപിടിക്കാൻ ഫിസിക്കൽ എക്സാമിനേഷൻ അത്യാവശ്യമാണ്. നിങ്ങളുടെ സെക്ഷൽ ഹിസ്റ്ററി, ഫാമിലി ഹിസ്റ്ററി, നിങ്ങൾ കഴിക്കുന്ന മെഡിസിൻസ്, ഇങ്ങനത്തെ പല കാര്യങ്ങളും നിങ്ങളുടെ ഡോക്ടർ ചോദിക്കും. പലതരത്തിലുള്ള ടെസ്റ്റുകൾ ചെയ്യാൻ പറഞ്ഞേക്കാം. അതിൽ ബ്ലഡ് ടെസ്റ്റ് വരുന്നുണ്ട്. സിമൻ അനാലിസിസ് എന്ന് പറയുന്നത് മെയിൽ ഇൻഫെർട്ടിലിറ്റിൻ്റെ ഒരു കോർണർ സ്റ്റോൺ ടെസ്റ്റാണ്. ചിലപ്പോൾ കപ്പിൾസ് സെക്ഷൽ ഇൻ്റർകോഴ്സിൻ്റെ സമയത്ത് ഉപയോഗിക്കുന്ന ലൂബ്രിക്കൻസ് പോലും സ്പെർമിസൈഡിലായിരിക്കും, അതായത് സ്പെർമിന് ടോക്സിക് ആയിരിക്കും. അത്തരത്തിലുള്ള വാട്ടർ ബേസ്ഡും ഓയിൽ ബേസ്ഡും ലൂബ്രിക്കൻസ് ഒഴിവാക്കിയാൽ തന്നെ സ്പെർമിൻ്റെ ക്വാളിറ്റി മികച്ചതാക്കാൻ സാധിക്കും. ഇതൊക്കെ ചോദിച്ച് മനസ്സിലാക്കാനും നിങ്ങൾ ഇൻഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റിനെ കാണേണ്ടതാണ്. നോൺ ടോക്സിക് ആയിട്ടുള്ള ലൂബ്രിക്കൻസ്, ഉദാഹരണത്തിന് എഗ് വൈറ്റ്, പീനട്ട് ഓയിൽ, വെജിറ്റബിൾ ഓയിൽ, ഇതേതല്ല ലൂബ്രിക്കൻസ് ഒക്കെ റെക്കമെൻഡ് ചെയ്യാനും ഇൻഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റിന് സാധിക്കും. നിങ്ങൾ ഓൾറെഡി ഒരു ഇൻഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റിനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഫോളോ അപ്പ് കൺസൾട്ടേഷൻസിന് വേണ്ടിയിട്ടും നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ ക്ലിയർ ചെയ്യാനും നിങ്ങൾക്ക് ഓൺലൈൻ കൺസൾട്ടേഷൻസ് ഡോഫുഡി ത്രൂ ബുക്ക് ചെയ്യാം. ഡോഫുഡിയിൽ ഇപ്പോൾ ഇൻഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റിൻ്റെ ഓൺലൈൻ കൺസൾട്ടേഷൻസും അവൈലബിൾ ആണ്. സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറിൽ വിളിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കും കൺസൾട്ടേഷൻസ് ബുക്ക് ചെയ്യാം. നിങ്ങൾ സിമൻ അനാലിസിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ പല കാര്യങ്ങൾ നോക്കാനുണ്ട്.
സിമെൻറ്റ് നോർമൽ വോളിയം എന്ന് പറയുന്നത് മിനിമം 1.5 ml ആയിരിക്കണം, മാക്സിമം 5 ml ആയിരിക്കണം. സിമെൻറ്റ് pH 7.2 കൂടുതലായിരിക്കണം. സ്പേമിൻ്റെ കോൺസെൻട്രേഷൻ, അതായത് ഓരോ ml 12 മുതൽ 16 മില്യൺ ഉണ്ടായിരിക്കണം. അധികം ആൾക്കാർക്കും നോർമൽ എന്ന് പറയുന്നത് 20 മില്യൻ്റെ മുകളിലേക്കാണ് കാണാറ്. 12ൻ്റെ താഴേക്ക് പോകുന്ന സമയത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെന്നാണ് അർത്ഥം. ടോട്ടൽ സിമെൻ വോളിയം, ഇതിനെ ഇജാക്കുലേറ്റ് എന്നാണ് പറയുന്നത്. ഇതിലുള്ള ടോട്ടൽ സ്പേമിൻ്റെ കൗണ്ട് എന്ന് പറയുന്നത് 33ൻ്റെയും 46 മില്യൻ്റെയും ഇടയിലായിരിക്കണം. അധികം ആൾക്കാർക്കും ഇത് 60 മില്യൻ്റെ മുകളിലേക്ക് ഉണ്ടാകും. ഇനി സ്പേമിൻ്റെ മോർഫോളജി എന്ന് പറഞ്ഞാൽ അതിൻ്റെ സൈസ്, ഷേപ്പ്, ഇതിൽ മിനിമം 4% സ്പേംസ് എങ്കിലും നോർമൽ മോർഫോളജി ആയിരിക്കണം. അധികം ആൾക്കാർക്കും നോർമൽ ഷേപ്പും സൈസും ഉള്ള സ്പേമിൻ്റെ കൗണ്ട് 30% മുകളിൽ കാണാറുണ്ട്. ഇനി സ്പേമിൻ്റെ മോട്ടിലിറ്റി, എത്ര വേഗത്തിൽ അതിന് നീങ്ങാൻ സാധിക്കും, ഇത് 38ൻ്റെയും 42%ൻ്റെയും ഇടയിലായിരിക്കണം. അധികം ആൾക്കാർക്കും ഇത് 60% മുകളിലേക്കായിരിക്കും. ഇനി നമുക്ക് ഇൻഫെർട്ടിലിറ്റിൻ്റെ ട്രീറ്റ്മെൻറ്റിലേക്ക് വരാം. 23% കപ്പിൾസിനും ഒരു ട്രീറ്റ്മെൻറ്റും ഇല്ലാതെ, പക്ഷേ അവർക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന കാരണങ്ങളാണെന്നുണ്ടെങ്കിൽ ഇവർ കൺസീവ് ചെയ്യാറുണ്ടെന്നാണ് കണ്ടിട്ടുള്ളത്. നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൽ നിങ്ങൾക്ക് പല മാറ്റങ്ങളും വരുത്താൻ സാധിക്കും. ഇതെല്ലാം നിങ്ങൾ വീട്ടിൽ നിന്നാണ് തുടങ്ങേണ്ടത്. സ്മോക്കിംഗ് ഉള്ളവർ സ്മോക്കിംഗ് നിർത്തണം. ആൽക്കഹോൾ കൺസംഷൻ കുറച്ച് കൊണ്ടുവരേണ്ടതാണ്. പറ്റുമെങ്കിൽ ആൽക്കഹോളിസവും നിർത്തേണ്ടതാണ്. കൂടുതൽ ഫൈബർ അടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിക്കേണ്ടതാണ്. വെയിറ്റ് കൂടുതലുള്ളവർ അത് കുറയ്ക്കാൻ ശ്രമിക്കേണ്ടതാണ്. എക്സസൈസ് ചെയ്യാത്തവർ നിർബന്ധമായിട്ടും ജിമ്മിൽ പോവുകയോ വീട്ടിൽ നിന്ന് എക്സസൈസ് ചെയ്ത് തുടങ്ങുകയോ ചെയ്യണം. ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ലൂബ്രിക്കൻസ് ഉപയോഗിക്കുന്നത് ഒഴിവാക്കേണ്ടതാണ്. മിനിമം 7.5 മണിക്കൂറെങ്കിലും ഒരു രാത്രിയിൽ ഉറക്കം കിട്ടുന്നുണ്ടെന്നുള്ള കാര്യം ഉറപ്പുവരുത്തേണ്ടതാണ്. നിങ്ങളുടെ വർക്കിലോ ലൈഫിലോ സ്ട്രെസ് ഉണ്ടെങ്കിൽ അത് മാനേജ് ചെയ്യാൻ പഠിക്കണം. ഇതിന് മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷനൊക്കെ വളരെയധികം ഹെൽപ്ഫുള്ളാണ്. ഡ്രഗ്സ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് ഡിസ്കണ്ടിന്യൂ ചെയ്യേണ്ടതാണ്. എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ കഴിയുന്നതും കുറയ്ക്കാൻ ശ്രമിക്കുന്നതാണ്. പെസ്റ്റിസൈഡ്സ് അടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നതും ഹെവി മെറ്റൽ എക്സ്പോഷർ ഇതൊക്കെ കുറയ്ക്കാൻ ശ്രമിക്കേണ്ടതാണ്. പുരുഷന്മാർ അണ്ടർ ഗാർമെൻറ്റ്സ് ഉപയോഗിക്കുന്നത്, ബോക്സേഴ്സ് ആണെങ്കിൽ അതാണ് കുറച്ചും കൂടി പ്രിഫറബിൾ. ടൈറ്റ് ആയിട്ടുള്ള അണ്ടർ ഗാർമെൻറ്റ്സ് ഉപയോഗിക്കുന്നത് ഒഴിവാക്കേണ്ടതാണ്. ഇനി സപ്ലിമെൻറ്റ്സിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഫിഷ് ഓയിൽ സപ്ലിമെൻറ്റ്സ്, അതായത് omega-3 ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുള്ള സപ്ലിമെൻറ്റ്സ് ഹെൽപ്ഫുൾ ആണ്, ചില സ്റ്റഡീസിൽ പറയുന്നുണ്ട്. സപ്ലിമെൻറ്റ്സിൻ്റെ ഒന്നും എവിഡൻസ് കൺക്ലൂസീവ് അല്ല. ഇതുപോലെ തന്നെയാണ് L-കാർണിറ്റിൻ, അർജിനിൻ അടങ്ങിയിട്ടുള്ള സപ്ലിമെൻറ്റ്സ്, സിങ്ക്, സെലീനിയം ഒക്കെ മിനറൽസ് ആണ്. ഇതിനെല്ലാം സ്പേമിൻ്റെ മോട്ടിലിറ്റിയും മോർഫോളജിയും മികച്ചതാക്കാൻ കഴിവുണ്ടെന്ന് ചില സ്റ്റഡീസിൽ പറയുന്നുണ്ട്. 3 മുതൽ 6 മാസം വരെ L-കാർണിറ്റിൻ 2000 മില്ലിഗ്രാമിൻ്റെ അടുത്തും അർജിനിൻ 250 മില്ലിഗ്രാം, 100 മുതൽ 400 മില്ലിഗ്രാം വരെ ഗ്ലൂട്ടാത്തയോൺ, 40 മില്ലിഗ്രാം കോഎൻസൈം Q10, സിങ്ക് മിനിമം 10 മില്ലിഗ്രാം എങ്കിലും. RDൻ്റെ അളവിൻ്റെ അടുത്ത് എത്തുന്ന രീതിയിലുള്ള സെലീനിയം, വൈറ്റമിൻ B9 അതായത് ഫോളിക് ആസിഡും വൈറ്റമിൻ B12 കഴിച്ചവർക്ക് സ്പേം ക്വാളിറ്റി മികച്ചതാക്കാൻ സാധിച്ചിട്ടുണ്ടെന്നുള്ളത് ഒരു സ്റ്റഡിയിൽ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. ഇതുകൂടാതെ മറ്റ് പലതരത്തിലുള്ള സ്റ്റഡീസിലും ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടിയുള്ള സപ്ലിമെൻറ്റ്സിന് സ്റ്റഡി ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഉദാഹരണത്തിൽ വൈറ്റമിൻ C ഉൾപ്പെടും, വൈറ്റമിൻ D ഉണ്ട്, ലൈക്കോപീൻ, അസിറ്റൈൽ സിസ്റ്റീൻ, ഇത്രയും സപ്ലിമെൻറ്റ്സ് ഒക്കെയാണ് സ്റ്റഡി ചെയ്തിട്ടുള്ളത്. ഇതുകൂടാതെ കറക്റ്റബിൾ ആയിട്ടുള്ള ഹോർമോണൽ പ്രശ്നങ്ങളാണെങ്കിൽ അത് മാറ്റാനുള്ള ട്രീറ്റ്മെൻറ്റ് അവൈലബിൾ ആണ്. ഹോർമോൺ റീപ്ലേസ്മെൻറ്റ് തെറാപ്പീസ് ഉണ്ട്. ക്ലോമിഫിൻ അടങ്ങിയിട്ടുള്ള ടാബ്ലറ്റ്സ് മെയിൽ ഇൻഫെർട്ടിലിറ്റിക്ക് ഉപയോഗിക്കാറുണ്ട്. ടെസ്റ്റോസ്റ്ററോൺ കുറവുള്ളവർ ടെസ്റ്റോസ്റ്ററോൺ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സപ്ലിമെൻറ്റ്സോ അല്ലെങ്കിൽ ടെസ്റ്റോസ്റ്ററോൺ റീപ്ലേസ്മെൻറ്റ് തെറാപ്പി എടുത്തിട്ടുണ്ടെങ്കിൽ അവരുടെ ട്രീറ്റ്മെൻറ്റ് കുറച്ചും കൂടി ഡിഫറൻ്റ് ആണ്. ചിലർക്ക് ഗൊണാഡോട്രോപ്പിൻ ഹോർമോൺസിൻ്റെ ട്രീറ്റ്മെൻറ്റ് ആവശ്യമുണ്ടാവാറുണ്ട്. ചിലർക്ക് സർജറീസ് വേണ്ടി വരും. ഉദാഹരണത്തിന് സിസ്റ്റ് ഉണ്ടെങ്കിൽ അത് സർജിക്കലി തന്നെ കറക്റ്റ് ചെയ്യണം. വെരിക്കോസീലിൻ്റെയും ഹൈഡ്രോസീലിൻ്റെയൊക്കെ മെയിൻ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് സർജറി തന്നെയാണ്. ഇറക്ടൈൽ ഡിസ്ഫങ്ഷന് പലതരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ടെഡ്ലാഫിൽ, സിൽഡനാഫിലിനെ കുറിച്ചൊക്കെ ഈ ചാനലിൽ തന്നെ ഇതിനു മുമ്പ് ഞാൻ വീഡിയോസ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇതിനെക്കൊണ്ടൊന്നും റിസൾട്ട്സ് കാണുന്നില്ലെങ്കിൽ കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ആണ് ഇൻട്രാ യൂട്രൈൻ ഇൻസെമിനേഷൻ എന്ന് പറയുന്നത്. മറ്റൊന്നാണ് ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ. ഇത്തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റൊക്കെ കോസ്റ്റ് ലക്ഷങ്ങളിലേക്ക് വരും. മെയിൽ ഇൻഫെർട്ടിലിറ്റിനെ കുറിച്ച് ഏകദേശം ഒരു ഐഡിയ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ഏത് വിഷയത്തിനെ കുറിച്ചാണ് കൂടുതൽ ഇനി അറിയാൻ താല്പര്യമുള്ളത്, ആ കാര്യങ്ങളൊക്കെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. ഞാൻ അതിനെക്കുറിച്ചും വീഡിയോ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. സെക്ഷൽ ഹെൽത്തിനെ കുറിച്ച് ഞാൻ മുമ്പേ ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഈ പ്ലേലിസ്റ്റിൽ കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് നന്ദി. ഞാൻ നിങ്ങളെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.